T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുത്തപ്പോൾ മലയാളികളെല്ലാം കാത്തിരുന്ന വാർത്തയാണ് കേട്ടത്. സഞ്ജു സാംസൺ 15-അംഗ സംഘത്തിൽ ഇടം പിടിച്ചു. മാത്രമല്ല ടീമിൻ്റെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ബാറ്ററും സഞ്ജു തന്നെയായിരിക്കുമെന്നും ഉറപ്പായി. സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ബാറ്ററായി നറുക്കു വീണത് ഇഷാൻ കിഷനും. ലോകകപ്പിന് തൊട്ടു മുൻപ് ഇന്ത്യ ന്യൂസിലാൻഡിനെതിരായ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര കളിക്കാൻ തീരുമാനിച്ചിരുന്നു. ലോകകപ്പിനുള്ള 15-അംഗ സംഘം തന്നെയായിരിക്കും ഈ പരമ്പരയും കളിക്കുക എന്നും ടീം പ്രഖ്യാപന ഘട്ടത്തിൽ സെലക്ടർമാർ വ്യക്തമാക്കി. എന്നാൽ 5 മത്സരങ്ങളിലും സഞ്ജു വൻ പരാജയമായി മാറി. സഞ്ജുവിൻ്റെ സ്വന്തം നാടായ തിരുവനന്തപുരത്ത് ഇന്ത്യ പരമ്പരയിലെ അവസാന മത്സരം കളിച്ചപ്പോൾ ഇഷാൻ സെഞ്ചുറി നേടി. സഞ്ജു വെറും 6 റൺസിൽ പുറത്തായി. ഇന്ത്യ ബൗളിങ്ങിനിറങ്ങിയ ഘട്ടത്തിൽ സഞ്ജു കീപ്പിംഗ് ഗ്ലൗവുമായി മൈതാനത്തെത്തിയപ്പോൾ അവസാന നിമിഷം അതും മാറേണ്ടി വന്നു. താരം 4 ലൈനിൽ നിരാശപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയായിരുന്നു. ആ ദിവസം കീപ്പിംഗ് ഗ്ലൗ ഇഷാൻ അണിഞ്ഞതോടെ ഒന്നുറപ്പായി. ലോകകപ്പിൽ സഞ്ജു ആയിരിക്കില്ല ഇന്ത്യയുടെ ഒന്നാം വിക്കറ്റ് കീപ്പർ. അതുതന്നെ സംഭവിച്ചു. ലോകകപ്പിലെ ആദ്യ 2 കളിയിലും സഞ്ജു ബെഞ്ചിലായിരുന്നു. 3-ാം പോരിൽ നമീബിയയ്ക്കെതിരെ ഒടുവിൽ സഞ്ജുവിനു അവസരം കിട്ടി. അഭിഷേക് ശർമ്മയുടെ പകരക്കാരനായി ഇറങ്ങിയ സഞ്ജു 8 പന്തിൽ 3 സിക്സും 1 ഫോറും സഹിതം 21 റൺസ് നേടി ഫോമിലേക്ക് വരുന്നതിൻ്റെ സൂചനകൾ തന്നു. എന്നാൽ അഭിഷേക് അടുത്ത കളിയിൽ തിരിച്ചെത്തിയതോടെ വീണ്ടും ബെഞ്ചിലേക്ക്. സൂപ്പർ 8-ലെ ആദ്യ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടും മുൻപ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോട് 11-ൽ സഞ്ജു വരുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. ആർക്കു പകരം? അഭിഷേകിന് പകരമോ അതോ തിലക് വർമ്മയ്ക്ക് പകരമോ എന്ന് മറുചോദ്യം കൊണ്ടാണ് സൂര്യ അതിനെ നേരിട്ടത്. എന്നാൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് ദയനീയമായി തോറ്റു. സൂര്യ എടുത്തു പറഞ്ഞ അഭിഷേകിനും തിലകിനുമൊന്നും അനിവാര്യമായ തോൽവി ഇല്ലാതാക്കാൻ സാധിച്ചില്ല. അതോടെ 11-ൽ മാറ്റം വരുത്താനുള്ള തീരുമാനം വന്നു. വീണ്ടും സഞ്ജുവിന് അവസരം തുറക്കുന്നു. സിംബാബ്വേക്കെതിരായ പോരാട്ടത്തിലിറങ്ങിയ സഞ്ജു ടീമിന് മികച്ച തുടക്കം നൽകി. 15 പന്തിൽ 2 സിക്സും 1 ഫോറും സഹിതം 24 റൺസ് എടുത്ത് മടക്കം. കിട്ടിയ 2 അവസരങ്ങളിലും വലിയ സ്കോറിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും മലയാളി താരത്തിന് ടീം ആശിച്ച തുടക്കം നൽകാൻ കഴിഞ്ഞു. പരിശീലകൻ ഗൗതം ഗംഭീർ മിന്നും തുറക്കം നൽകിയതിന് സഞ്ജുവിനെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് അഭിനന്ദിക്കുന്നുമുണ്ട്. സൂപ്പർ 8-ലെ നിർണായക പോരാട്ടം. എതിരാളികൾ വെസ്റ്റ് ഇൻഡീസ്. ജീവൻ മരണ പോരാട്ടത്തിൽ വിൻഡീസിന് മുന്നിൽ വെച്ചത് 199 റൺസ് എന്ന മികച്ച വിജയലക്ഷ്യം. അഭിഷേകിനൊപ്പം സഞ്ജു വീണ്ടും ഓപ്പണറായി ഇറങ്ങി. അഭിഷേക് തുടക്കത്തിൽ തന്നെ 10 റൺസുമായി മടങ്ങി. എന്നാൽ ഒരറ്റത്ത് നങ്കൂരമിട്ട് സഞ്ജു നിന്നു അക്ഷോഭ്യനായി. ലോകകപ്പിലേക്ക് വരുമ്പോൾ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം സഞ്ജു അപ്പോഴേക്കും തിരിച്ചു പിടിച്ചിരുന്നു. പിന്നീട് ക്രിക്കറ്റ് ലോകം കണ്ടത് ക്ലാസിക് ബാറ്റിംഗ് ആണ്. എതിരാളികൾക്ക് ഒരു പഴുതും നൽകാത്ത ക്രിസ്റ്റൽ ക്ലിയർ ഇന്നിങ്സ്. 50 പന്തിൽ 12 ഫോറും 4 സിക്സും സഹിതം പുറത്താകാതെ 97 റൺസ്. റൺസ് ചേസിംഗിൽ കോഹ്ലി കഴിഞ്ഞാൽ ആര് എന്ന ചോദ്യത്തിന് സഞ്ജു കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ കളിച്ചു തെളിയിച്ച് ഉത്തരം നൽകി. ഓപ്പണറായി ഇറങ്ങി ഒരറ്റത്ത് പൊരുതി നിന്ന സഞ്ജു ഇന്ത്യക്ക് ജയം സമ്മാനിച്ച് ക്രീസിൽ മുട്ടുകുത്തി നിന്നപ്പോൾ കൊൽക്കത്തയിൽ തടിച്ചുകൂടിയ ആരാധകർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയായിരുന്നു. സഞ്ജുവിൻ്റെ ചിറകിലേറി ഇന്ത്യ സെമിയിലേക്ക്. സഞ്ജു കളിയിലെ താരം. കമൻ്ററി ബോക്സിൽ നിന്ന് രവിശാസ്ത്രി ഇങ്ങനെ പറഞ്ഞു: സഞ്ജു സൂപ്പർ സാംസൺ. കളി കഴിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്ന നായകൻ സൂര്യ തൻ്റെ തൊപ്പിയൂരി സഞ്ജുവിനു മുന്നിൽ തല കുമ്പിട്ടു നിന്നു. കാലം അതിവേഗം തന്നെ ചില ഘടകങ്ങൾ ഇത്തരത്തിൽ വീട്ടുമെന്ന ചിന്തയാണ് ആ രംഗം കണ്ടപ്പോൾ ഓർത്തത്. ഇംഗ്ലണ്ടിനെതിരായ പോരാട്ടത്തിൽ അഭിഷേക് 9 റൺസുമായി മടങ്ങിയപ്പോഴും സഞ്ജു കുലുങ്ങിയില്ല. ഫോമിൻ്റെ പീക്കിലെത്തിയിരുന്നു അപ്പോഴേക്കും സഞ്ജു. 42 പന്തിൽ 7 സിക്സും 8 ഫോറും സഹിതം 89 റൺസ്. ടോപ്പ് സ്കോറർ. സഞ്ജുവിൻ്റെ കരുത്തിൽ ഇന്ത്യ ഉയർത്തിയത് 253 റൺസ്. പൊരുതിക്കയറുവെന്ന ഇംഗ്ലീഷ് കരുത്തിനെ ബൗളർമാർ ചേർന്ന് പിടിച്ചു നിർത്തി. 7 റൺസ് ജയവുമായി ഇന്ത്യ സഞ്ജുവിൻ്റെ മികവിൽ ഫൈനലിൽ. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വന്ന ഇന്ത്യക്കായി സഞ്ജുവും അഭിഷേകും ചേർന്ന് നൽകിയത് മിന്നും തുടക്കം. 7.1 ഓവറിൽ ഇന്ത്യ 98 റൺസിലെത്തി. അഭിഷേക് അർദ്ധ സെഞ്ചുറി നേടി. പിന്നാലെ എത്തിയത് ഇഷാൻ കിഷൻ. താരവും സഞ്ജുവിനൊപ്പം ചേർന്ന് അർദ്ധ സെഞ്ചുറി നേടി. സഞ്ജു ഫൈനലിൽ സെഞ്ചുറി നേടുമെന്ന് കഴിഞ്ഞ ദിവസം അശ്വിൻ പ്രവചിച്ചിരുന്നു. ആ നേട്ടത്തിലേക്ക് കുതിക്കുന്നതിനിടെ സഞ്ജു മടങ്ങി. അപ്പോഴേക്കും ഇന്ത്യൻ സ്കോർ 15.5 ഓവറിൽ 203 റൺസിലെത്തിയിരുന്നു. സഞ്ജു ഒരിക്കൽ കൂടി ടീമിൻ്റെ ടോപ്പ് സ്കോറർ. വീണ്ടും ഒരു 89 റൺസ്. ഇത്തവണ 46 പന്തുകളിൽ നിന്ന് 8 സിക്സും 5 ഫോറും തൂക്കിയാണ് സഞ്ജു അർദ്ധ സെഞ്ചുറിയുമായി മടങ്ങിയത്. വെറും 5 കളികൾ കൊണ്ട് സഞ്ജു ഈ ലോകകപ്പിൽ വിസ്മയം തീർത്തു. ഇനി ഒരാളും തൻ്റെ മികവിനെ ചോദ്യം ചെയ്യാൻ വരേണ്ടതില്ലെന്ന് അയാൾ മൈതാനത്ത് കളിച്ചു തെളിയിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടുന്ന 3 സുന്ദരമായ ഇന്നിങ്സുകൾ. ബാറ്റിങ്ങിൻ്റെ സമസ്ത പാഠങ്ങൾ കൊണ്ട് ഊടും പാവും നെയ്ത് ചന്തം നിറച്ച ക്ലാസിക് സഞ്ജു. Under Day NRLM provides financial support to self-help groups and through Sent Nari Shakti.
to their members. Central to you since 1911.